എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബഗ്ഗി അവനാണെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ആ കുഴിയിലൂടെ താഴേക്ക് വീഴും. അവൻ ചുറ്റും നോക്കും, ലൂഫിയെ അവിടെ എവിടെയും കാണാനില്ല. ഇതാണ് പറ്റിയ അവസരം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് പറഞ്ഞ് ആ ചെയിൻ എടുത്ത് അവൻ ഓടാനായിട്ട് ശ്രമിക്കുമ്പോഴായിരിക്കും ഒരു കൈ അതങ്ങനെ നീണ്ടുവന്ന് ബഗ്ഗിയുടെ തല പിടിച്ച് വലിച്ച് അവനെ അങ്ങനെ ചുരുട്ടി ലോക്ക് ചെയ്ത് പിടിക്കുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ ലൂഫി. ലൂഫി പറയും, ഓക്കെ നമ്മൾ ഇവിടെ എത്തി, ഇനി നമ്മൾ എവിടേക്ക് പോകണം ചോദിച്ച് അവൻ വീണ്ടും ഇപ്പൊ ഓടുകയാണ്. ഓടി ഓടി ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് അങ്ങനെ ലോക്കായി നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒരുപാട് മോൺസ്റ്റേഴ്സ് കുട്ടികൾക്ക് മനസ്സിലാവും അവിടേക്ക് ആരോ വന്നിട്ടുണ്ടെന്ന്. അവരാണെങ്കിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നെടുക്കും. ഇവിടെ ബഗ്ഗി ആണെങ്കിൽ അവന്റെ തല അതവന്റെ ബോഡിയായിട്ട് യോജിപ്പിക്കും. അതിനുശേഷം ലൂഫിയോട് പറയും, ഇത് ലെവൽ 2 ആണ്, 1നെ കഴിഞ്ഞും വളരെ മോശമായിട്ടുള്ള സ്ഥലം, ഇവിടെ ഒരുപാട് വൈൽഡ് ബീസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവര് മുന്നോട്ട് നോക്കുമ്പോ അവരുടെ തൊട്ട് മുന്നിലായിട്ട് ഒരു ചെറിയ ഹിപ്പോ. ലൂഫി ചോദിക്കും, ഇതാണോ നീ പറഞ്ഞ വൈൽഡ് ആനിമല്? അത് കേട്ട് ബഗ്ഗിയും കൺഫ്യൂസ്ഡ് ആയിട്ട് അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിനെ തൊട്ട് നോക്കും. അടുത്ത നിമിഷം അതതിന്റെ അത് വലിയ സൈസിൽ ഓപ്പൺ ചെയ്ത് ബഗ്ഗിയുടെ ബോഡി മുഴുവൻ അങ്ങനെ അകത്താക്കും. അവന്റെ കാലും തലയും മാത്രം പുറത്തുണ്ടാവും. ബഗ്ഗി രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് അവിടെ ഓടാനായിട്ട് ആരംഭിക്കും. പക്ഷെ ആ ഒരു ഹിപ്പോ അത് ചുമരൊക്കെ തകർത്ത് അവരുടെ പിന്നാലെ തന്നെ വരും. ലൂഫി വണ്ടടിച്ച് ഇപ്പൊ ബഗ്ഗിയോട് ചോദിക്കും, നിനക്ക് തലയും കാലും മാത്രമേ ഇപ്പോ ഉള്ളൂ, ബാക്കിയുള്ള ബോഡിയൊന്നും നിനക്ക് വേണ്ടേ? അപ്പോഴായിരിക്കും ബഗ്ഗി അവന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. ആ ഹിപ്പോ വിഴുങ്ങിയ അവന്റെ കൈ അതുപയോഗിച്ച് അവനിപ്പോ അതിന്റെ തൊണ്ടയിൽ പിടിച്ചു വലിക്കും. വേദന സഹിക്കവയ്യാതെ ഇപ്പോ നിലവിളിക്കാനായിട്ട് തുടങ്ങും. ബഗ്ഗിയുടെ ബോഡി ഇപ്പൊ പുറത്തേക്ക് വന്ന് ആ ഒരു ഹിപ്പോ അത് തകർന്നു പോകും. അതേസമയം ഓഫീസേഴ്സ് കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് ബഗ്ഗിയുടെ കൂടെയുള്ളത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലൂഫിയും ബഗ്ഗിയും അവർ രണ്ടുപേരും ശ്വാസമൊക്കെ വലിച്ചു വിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും ഒരു പക്ഷി അവിടേക്ക് പറന്നു വന്ന് ഇപ്പൊ ബഗ്ഗിയെ അറഞ്ചം പുറഞ്ചം അറ്റാക്ക് ചെയ്യുക. അവന്റെ ബോഡി അത് പീസ് ആയാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബഗ്ഗിക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. ലൂഫിക്കാണെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ലൂഫിയെയും ഇപ്പൊ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യാണ്. അറ്റാക്കിന്റെ അവസാനം ലൂഫി താഴേക്ക് കുനിയും. അതിന്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്ക്വാഡ് പോലത്തെ 2 കൈകള് അത് അങ്ങനെ താഴേക്ക് അടിക്കും. ആ ഒരു സ്ക്വാഡ് തറയിലേക്ക് അങ്ങനെ ആഴ്ന്നിറങ്ങും. അതിനെ കൊണ്ടാണെങ്കിൽ അത് തിരികെ വലിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരങ്ങനെ ക്യാഷ്വലായിട്ട് മുൻപോട്ടേക്ക് നടന്നു വരുമ്പോഴായിരിക്കും വമ്പ ശക്തിയില് കാറ്റൊക്കെ അടിച്ചു വീശി ഒരു ബീസ്റ്റ് അതിപ്പോ അവരുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അതിനെ കാണേണ്ട താമസം അവർ ട്രൗസർ പൊക്കി ഓടും. അപ്പൊ അതേസമയം ഇത്തവണ ആ നേവി ഓഫീസേഴ്സിന് ബഗ്ഗിയുടെ കൂടെയുള്ളത് ആരാണെന്ന് മനസ്സിലാവും. ഇവിടെ ബഗ്ഗി ആണെങ്കിൽ ഇപ്പൊ ആ പക്ഷിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ലൂഫിക്ക് പറഞ്ഞു കൊടുക്കും. ഇനി എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കോ, ഇനി ഒരിക്കലും ഒരു ലെവലിലേക്കും ഞാനില്ലാന്ന് പറഞ്ഞ് ബഗ്ഗി രക്ഷപ്പെടാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ലൂഫി അവൻ 3rd ഗിയറിലേക്ക് പോയി അവന്റെ കൈ അത് വലുതാക്കി മാറ്റും. അപ്പൊ മറ്റൊരു സൈഡിലാണെങ്കിൽ കുറച്ച് സോൾജിയേഴ്സ് അവര് ഗണ്ണൊക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാർ അടുത്തേക്ക് അടുക്കുകയാണ്. അവർക്ക് പിടികിട്ടി ബഗ്ഗിയുടെ കൂടെയുള്ളത് അത് മറ്റാരുമല്ല, ആ മങ്കി ഡി ലൂഫി ആണെന്ന്. ലൂഫി ആണെങ്കിൽ ആ ബീസ്റ്റിനെ അടിച്ചു തെറിപ്പിച്ച് ആ ഓഫീസേഴ്സിന്റെ അടുത്തേക്ക് ഇടും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ പ്രിൻസസിനെ കാണിക്കുകയാണ്. അവിടെ ആണെങ്കിൽ ഒരു പ്രത്യേക വാർഡനെ പരിചയപ്പെടുത്താൻ അവന്റെ അടുത്തേക്ക് വരും. ആ വാർഡന്റെ വയറ്റിന് വലിയ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ദിവസത്തില് പകുതി സമയവും ആള് കക്കൂസിലായിരിക്കും. അവരുടെ കൂടെയുള്ള ആ വാർഡൻ പറയും, അവൻ വെനം ഡെവൽ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്, സോ അവനെ കൊണ്ട് ഈസി ആയിട്ട് പോയിസൺ പുറത്തേക്ക് സ്പിറ്റ് ചെയ്യാൻ കഴിയും. സോ നമ്മളെല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം അവന്റെ അടുത്ത് നിൽക്കുമ്പോൾ. അവനത് പറയുമ്പോൾ തന്നെ ആള് പുറത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വന്ന് അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം അവന്റെ കൺട്രോൾ പോയി ഗ്യാസ് റിലീസാവും. പ്രിൻസസിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവൾ അങ്ങനെ ചാടി വന്ന് അവന്റെ നിതംബത്തില് ആഞ്ഞൊരു ചവിട്ട്. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ പ്രിൻസസിന്റെ സൗന്ദര്യത്തില് മയങ്ങി നിൽക്കും. അപ്പോഴായിരിക്കും ഒരു ഫോൺ വരിക. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആള് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അവരെ പറഞ്ഞു ധരിപ്പിക്കും. പ്രിൻസസിനാണെങ്കിൽ കാര്യം പിടികിട്ടും. അവളാണെങ്കിൽ ഇപ്പൊ അവനെ ഡൈവേർട്ട് ചെയ്യാനായി അവന്റെ അടുത്ത് ചെന്ന് കൊഞ്ചി കുറുവി അവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിക്കും. അപ്പ ഹാനിബാൽ വാർഡൻ അവനാണെങ്കിൽ ആ പോയിസൺ വാർഡനോട് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങളെ കുറിച്ച് നിലവിളിച്ച് പറയും. ഇതാ ഇവിടെ കൺട്രോൾ റൂം കാണിക്കും. അവിടെയാണെങ്കിൽ നേവി ഓഫീസേഴ്സ് എല്ലാവരും ആകെ ടെൻഷനിലാണ്. ലൂഫി എന്തിനായിരിക്കാം ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക, ഇവിടെ എന്താ നടക്കണേ, എത്രയും പെട്ടെന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അറിയിക്കണം എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഓഫീസേഴ്സിന് അറിയിക്കുകയാണ്. പക്ഷേ ലെവൽ നമ്പർ
2-ൽ മാത്രം അവർക്ക് കണക്ഷൻ കിട്ടില്ല. ഉടനെ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ലെവൽ 2 കാണിക്കും. ഗിയർ 3ലേക്ക് പോയ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ അവിടെ മുഴുവൻ അട്ടിച്ച് തകർത്തിട്ടിരിക്കുകയാണ്. ഗിയർ 3ലേക്ക് പോയതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫി കുട്ടൻ അവനിപ്പോ ഭയങ്കരമായിട്ട് ചെറുതായി ബഗ്ഗിയെ നോക്കി നിൽക്കും. ബഗ്ഗി ചോദിക്കും, നിനക്കെന്തു പറ്റി, നീ എന്താ ഈ കോലത്തില്? അതിന് ലൂഫി പറയും, ഞാൻ ഇത്രയും സമയം ഗിയർ 2ലേക്ക് പോയി ഫൈറ്റ് ചെയ്യല്ലായിരുന്നോ, നീ അത് കണ്ടില്ലായിരുന്നോ? കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ നോർമലാവുമെന്ന് പറയുമ്പോഴേക്കും ലൂഫി ഇപ്പോ നോർമലാവും. അപ്പോഴേക്കും ചുറ്റുമുള്ള ആ ക്രിമിനൽസ് അവർക്ക് പിടികിട്ടും ലൂഫി ചില്ലറക്കാരനല്ല എന്ന്. അവരിപ്പോ ലൂഫിയെ വാഴ്ത്തി പുകഴ്ത്തിയൊക്കെ പറയാൻ തുടങ്ങും. അവർ ലൂഫിയോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ഞങ്ങളുടെ ഈ സെല്ല് കൂടെ ദയവ് ചെയ്ത് നീ തുറന്നു വിടണം. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ മുൻപോട്ട് നടക്കും. അപ്പോഴായിരിക്കും ബറക്കു വേർഡ്സിലെ നമ്പർ 3 വില്ലൻ അവൻ ലൂഫിയെ കണ്ട് അവന്റെ പേര് വിളിക്കും. പക്ഷെ ബഗ്ഗി ആണെങ്കിൽ ആ കീ എടുത്ത് കയ്യിലിട്ട് കറക്കാനായിട്ട് തുടങ്ങും. ഇതല്ലേ നിങ്ങളുടെ സെല്ലിന്റെ കീ? അതിനവരാണെങ്കിൽ അതെ അത് തന്നെയാണെന്ന് പറഞ്ഞ് ബഗ്ഗിക്ക് മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കും. ഉടനെ ബഗ്ഗി ആണെങ്കിൽ ഇപ്പൊ 2 സെൽ ഓപ്പൺ ചെയ്ത് വിടും. അതിനകത്തുണ്ടായിരുന്ന ആ ക്രിമിനൽസ് അവരെല്ലാവരും ഇപ്പൊ പുറത്തേക്ക് ഓടി വന്ന് അവരുടെ ഹാൻഡ് കഫ്സ് അതിപ്പോ അഴിച്ചു കളയാൻ തുടങ്ങും. ബഗ്ഗിക്കാണെങ്കിൽ അതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ആവേശം കൂടി വരും. കമോൺ കമോൺ, എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറ, നിങ്ങളെ രക്ഷിച്ചത് അതാരാണ്? അതിനവർ കൈയൊക്കെ മുകളിലേക്ക് ഉയർത്തി, ഞങ്ങളെ രക്ഷിച്ചത് സാക്ഷാൽ ബഗ്ഗി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ചെയർ ചെയ്യാൻ തുടങ്ങും. ആക്ച്വലി ബഗ്ഗിയുടെ പ്ലാൻ അത് മറ്റൊന്നാണ്. കാരണം ഇവിടെയുള്ള ക്രിമിനൽസിനെ എല്ലാം തന്നെ തുറന്നു വിട്ട് നേവി സോൾജിയേഴ്സിന്റെ അവരുടെ ശ്രദ്ധ തെറ്റിക്കണം. ആ ഗ്യാപ്പിൽ എങ്ങനെയെങ്കിലും അവന് രക്ഷപ്പെട്ട് പുറത്തു കിടക്കണം എന്നതാണ് അവന്റെ ചിന്ത. ഉടനെ ലൂഫി ആണെങ്കിൽ ഇപ്പൊ ബഗ്ഗിയെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോവാണ്. ബഗ്ഗി വിളിച്ചു പറയും, പ്ലീസ് എന്നെ ഇനിയെങ്കിലും വെറുതെ വിട്. ലെവൽ 3ലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെയാണെങ്കിൽ ആ മോചിക്കപ്പെട്ട ക്രിമിനൽസ് അവരിപ്പോ ഏതൊക്കെയോ ഭാഗത്തൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പൊ ലോങ് ഷോട്ടില് ചുവന്ന കണ്ണുകളുമായിട്ട് ആ ബീസ്റ്റുകള് അവറ്റകളാണെങ്കിൽ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതേസമയം ലൂഫി അവൻ ബഗ്ഗിയോട് പറയും, നീ എന്നോട് പറഞ്ഞ ഡീല് അത് 4th ലെവൽ വരെ എന്നെ കൊണ്ടുപോവാം എന്നല്ലേ? ബഗ്ഗിക്ക് പിടികിട്ടും ഇനി കള്ളം പറഞ്ഞു നിന്ന അവന്റെ ജീവന് പോലും അത് വലിയ ആപത്താവുമെന്ന്. ബഗ്ഗി പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്ക്. ഞാൻ എങ്ങനെയെങ്കിലും ആ ട്രഷർ കണ്ടുപിടിക്കാനാണ് നിന്നോട് കള്ളത്തരം പറഞ്ഞത്. എന്നെ കൊണ്ട് അവിടേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ അവർ 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. അപ്പോഴായിരിക്കും ആ ക്രിമിനൽസ് അവരങ്ങോട്ടേക്ക് ഓടി വന്ന് ബഗ്ഗി ഓപ്പൺ ചെയ്തു വിട്ട സെല്ലുകളിലേക്ക് തന്നെ തിരികെ കയറി ആ സെല്ല് അത് ക്ലോസ് ചെയ്യാണ്. ബഗ്ഗി ചോദിക്കും, നിങ്ങൾ എന്താ ഈ ചെയ്യണേ? ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ നിങ്ങളെ തുറന്നു വിട്ടെ, എന്നിട്ട് വീണ്ടും നിങ്ങൾ അതേ സെല്ലിലേക്ക് തന്നെ തിരികെ പോവാണോ? അതിനവർ പേടിച്ച് വിറച്ചു പറയും, അയ്യോ ഇല്ല ഇല്ല, ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണ്ട. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാനാവില്ല. ഈ ഒരു ലെവലിന്റെ വാർഡൻ ആളിവിടെ തന്നെ ഉണ്ട്. ഒരുപാട് ബീസ്റ്റുകളും. ഉടനെ ബഗ്ഗി അവനിപ്പോ ലൂഫിക്ക് നേരെ ടേൺ ചെയ്യും. നമുക്ക് ലെവൽ 3ലേക്ക് തന്നെ പോവാം, ഇവിടെ നിന്ന വലിയ അപകടമാണ്. അപ്പോഴായിരിക്കും വേറൊരാള് ഇപ്പൊ അവരുടെ മുൻപിലേക്ക് വരിക. അത് മറ്റാരുമല്ല, സാക്ഷാൽ 3. അവൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ലൂഫിക്ക് അവനെ ആദ്യം കാണുമ്പോ അതാരാണെന്ന് മനസ്സിലാവില്ല. അതിനുശേഷം അവന്റെ മുടിയില് നമ്പർ 3 എന്ന് കാണുമ്പോഴായിരിക്കും ഇവൻ ആ പഴയ വില്ലനാണെന്ന് പറഞ്ഞ് ഇപ്പൊ ലൂഫി പഴയ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ഓർക്കുക. കട്ട് ചെയ്ത ഇൻബിൾ ടൗണിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോ സെൻ ഗോക്കുവിന് ഇൻഫർമേഷൻ ലഭിക്കും. സ്ട്രോ ഹാറ്റ് ലൂഫി അവൻ അവിടേക്ക് എത്തിയത് കേട്ട് ഇപ്പൊ അവൻ ഷോക്കാവാണ്. അവൻ എന്തിനായിരിക്കും അവിടേക്ക് വന്നിട്ടുണ്ടാവുക? എന്തായാലും കുഴപ്പമില്ല, അവനായിട്ട് ഇപ്പൊ വന്ന് പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും അവൻ അവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. ആ ഒരു ജയിലിൽ നിന്ന് 20 വർഷങ്ങൾക്ക് മുൻപ് ഷിപ്പ് ചെയ്ത ഗോൾഡൻ ടൈഗർ എന്ന് പേരുള്ള ഒരേ ഒരു പൈററ്റ് മാത്രമാണ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.